ഏത് ഭൂമിയിലും അവകാശവാദം ഉന്നയിക്കാനുള്ള സാധ്യതയെ ഇല്ലാതാക്കുന്നതിൽ എന്താണ് തെറ്റ്? ഉത്തരം ആദ്യം ശ്രീ കെവിൻ പീറ്റർ. അത് ഇല്ലാതാക്കുന്നതിൽ ഒരു തെറ്റുമില്ല, അത് ഇല്ലാതാക്കേണ്ടതാണ്. ഇപ്പോൾ ഈ അസ്കർ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളാണ് പറയേണ്ടത് വഖഫ് നിയമഗതിയിൽ ഭേദഗതി വരുത്തേണ്ടത് എന്ന് പറയുന്ന ആളുകൾ തന്നെ അതിന് ഉദാഹരണമാണ്. അതായത് ഇരകളായ ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും സിഖുകാരായാലും അവർക്ക് പറയാനില്ല, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട, അതേസമയം വേട്ടക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ പറയണമെന്നുള്ളതാണ് അസ്കറിനെ പോലുള്ളവർ. അപ്പോൾ അങ്ങനെ പറയുന്ന ആളുകൾ മുസ്ലിം സമുദായത്തിലുള്ള സ്ഥിതിക്ക്, ഈ മുസ്ലിം സമുദായത്തിലെ ആളുകളും ഇരകളായിട്ടുള്ള സ്ഥിതിക്ക് ഈ നിയമത്തെ പൂർണ്ണമായും എടുത്തു കളയേണ്ടതാണ്. പക്ഷെ അതിലെ ജനവിരുദ്ധമായ കാര്യങ്ങൾ, രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ ഭേദഗതി വരുത്തി ഇല്ലാതാക്കിയത് വളരെ നല്ലതാണ്. പിന്നെ അദ്ദേഹം പറയുന്ന മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ദേവസ്വം ബോർഡിന്റെ കാര്യം, ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ വിശദീകരിച്ചതുപോലെ അവിടുത്തെ അമ്പല ക്ഷേത്രങ്ങളുടെ നടത്തിപ്പും മറ്റു കാര്യങ്ങൾക്കും ഉള്ളതാണ്. അവരാരും ദേവസ്വം ബോർഡൊന്നും ഒരിക്കലും ഹിന്ദുവിന്റെയോ അല്ല ക്രിസ്ത്യാനിയുടെയോ മുസ്ലിമിന്റെയോ ഭൂമിയുടെ മേൽ അവകാശവാദം ഉന്നയിച്ച് ഇതുവരെ അത് സ്വന്തമാക്കിയിട്ടില്ല. അവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ സിവിൽ കോടതികളെ സമീപിക്കുകയും കോടതിയുടെ ഉത്തരവ് അംഗീകരിക്കുകയാണ് ചെയ്യാറുള്ളത്. അല്ലാതെ ഇപ്പം ദേവസ്വം ബോർഡിനെയും വഖഫ് ബോർഡിനെയും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഓർഗനൈസറിന്റെ കാര്യം അദ്ദേഹം പറയുന്നത് കേട്ടു. ഓർഗനൈസർ ഒരു ലേഖനം വന്നു, അത് എവിടുന്നാണ് വന്നത്, ഏത് ലേഖനത്തെ ആധാരമാക്കിയാണ് വന്നത്? ആ ലേഖനം ഇപ്പോഴും നിലനിൽപ്പുണ്ടല്ലോ. സുപ്രഭാതം പത്രത്തിൽ നവംബർ 8-ാം തീയതി സുപ്രഭാതം പത്രം പ്രസിദ്ധീകരിച്ചാണ്, സമസ്തയുടെ സുപ്രഭാതം പത്രം പ്രസിദ്ധീകരിച്ച ലേഖനത്തെ ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞ് അവർ കൊടുത്തതിനെ ആസ്പദമാക്കിയാണ് ഓർഗനൈസറിൽ ആ ലേഖനം വന്നത്. അത് തെറ്റായിരുന്നെന്നും അത് തട്ടിപ്പ് റിപ്പോർട്ടായിരുന്നെന്നും മനസ്സിലാക്കിയപ്പോൾ ഉടൻ തന്നെ അത് ഓർഗനൈസർ പിൻവലിച്ചു. അതേസമയം സുപ്രഭാതത്തിന്റെ വെബ്സൈറ്റിൽ അത് ഇപ്പോഴും ഉണ്ടല്ലോ. നിങ്ങൾ എന്തുകൊണ്ടാണ് അതിനെതിരെ പ്രതിഷേധിക്കാത്തത്? നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ഇടതുപക്ഷമല്ലേ, നിങ്ങൾ എന്താ പ്രതിഷേധിക്കാത്തത്? ശരി, പ്രൊഫസർ റോണി കെ ബേബി. ഇവിടെ നിയമവിരുദ്ധമായ നിയമങ്ങൾ വന്നെങ്കിൽ അതിനകത്ത് കാലോചിതമായ മാറ്റം വേണം. ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു വിരോധവുമില്ല. പക്ഷേ വളരെ ബോധപൂർവമായിട്ടുള്ള നുണക്കഥകൾ. ഞാനിവിടെ ചോദിച്ച ഒരു കാര്യത്തിന് ആർക്കും മറുപടിയില്ല. 2013 പാർലമെന്റ് യുനാനിമസ് ആയി പാസ്സാക്കിയതാണ്. അന്നുണ്ടായിരുന്ന JPC-യില് രാജ്നാഥ് സിംഗും സുഷമ സ്വരാജും ഉണ്ടായിരുന്നു. അവരുൾപ്പെടെയുള്ള BJP നേതാക്കൾ ഒറ്റക്കെട്ടായി അന്ന് പിന്തുണച്ച് പാസ്സാക്കിയ ഒരു നിയമം BJP അധികാരത്തിൽ വന്നതിന് ശേഷം 2013 പാർലമെന്റ് പാസ്സാക്കിയ മനസ്സിലാക്കിയിരുന്നില്ല. പറയുന്ന കൃത്യമായിട്ടുള്ള നുണക്കഥകൾ ഇവിടെ ഈ കേരളത്തിൽ ഇപ്പൊ BJP-ക്ക് ഒരു അക്കൗണ്ട് തുറക്കണം, അല്ലെങ്കിൽ BJP-ക്ക് ഒരു കാല് വെക്കണം. അതിനുവേണ്ടി ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആത്മാർത്ഥത്തിൽ നിങ്ങൾ നരേന്ദ്രമോദി പറയുന്ന രാഷ്ട്രീയത്തെ പോലെ നിൽക്കേണ്ടത്. ആ ഉത്തരാഞ്ചിലൊക്കെ ഈ ക്രിസ്ത്യാനികൾ ഇതുപോലെ വേട്ടയാടുമ്പോൾ നിങ്ങൾക്ക് ഒരക്ഷരം നിങ്ങൾ പ്രതികരിക്കാനുണ്ടോ? നാണമില്ല ഇതുപോലെയുള്ള സംഘം വേട്ടയാടപ്പെടുമ്പോൾ അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ലാതെ ഇവിടെ ഇന്ന് ഈ പറയുന്ന ഒന്ന് ഏറ്റവും തെറ്റിദ്ധാരണ ജനകമായിട്ടുള്ള ഒന്ന്, വഖഫിന് ഏതെങ്കിലും ഭൂമി ഡിക്ലെയർ ചെയ്ത് ഇത് വഖഫ് ഭൂമിയാണെന്ന് പ്രഖ്യാപിക്കുന്നു എന്ന തെറ്റിദ്ധാരണയാണ് ഒന്നാമത്തെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. വഖഫിന് അങ്ങനെ ഏതെങ്കിലും ഭൂമി കയറി അത് വഖഫ് ഭൂമിയാണ് എന്ന് പ്രഖ്യാപിക്കാനാവില്ല. മറിച്ച് അതിന് കൃത്യമായ രജിസ്ട്രേഷൻ ഫോർമാലിറ്റീസ് ഉണ്ട്. ആ പ്രൊവിഷൻസ് പ്രകാരം മാത്രമേ ആ രജിസ്ട്രേഷൻ പ്രക്രിയ നടക്കുകയുള്ളൂ. 1950 എഴുതിയ ഡീഡിന്റെ പുറത്താണ് മുനമ്പം ഭൂമി വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന തർക്കമുള്ളത്. അത് രജിസ്ട്രേഷൻ നടന്നിട്ടുള്ളത് 2015 മാത്രമാണ്. അപ്പോൾ നിയമപരമായിട്ടുള്ള മാർഗങ്ങളിലൂടെ മാത്രമേ അത് ചെയ്യാനാവൂ. ഒന്ന്. രണ്ട്, മുസ്ലിങ്ങളുടെ മറ്റൊരു തെറ്റിദ്ധാരണ ഉല്ലാസ് ബാബു പറഞ്ഞത് മുസ്ലിങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഒരു തരത്തിലും ഇടപെടുന്നില്ല എന്നുള്ള. ആചാരാനുഷ്ഠാനങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കാലാനുസൃതമായി മാറ്റാൻ കഴിയുന്നില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്, മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ളതാണ് ആചാരാനുഷ്ഠാനങ്ങളായി മുസ്ലിങ്ങൾ ലോകത്തെമ്പാടും ആചരിക്കുന്നത്. മറിച്ച് മുസ്ലിം പള്ളികൾ, ഇന്ത്യയിലാകമാനമുള്ള മുസ്ലിം പള്ളികളിൽ പലതും വഖഫ് ഭൂമികളാണ്, വഖഫ് ചെയ്യപ്പെട്ടിട്ടുള്ള ഭൂമിയാണ്. അവിടത്തെ ആചാരക്രമങ്ങളിൽ അമുസ്ലിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവുക. സമയമല്ല, അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ വിശുദ്ധ ഖുർആനോ
വിശുദ്ധ ഖുറാനോ അല്ലാഹുവോ ഒരു കാരണവശാലും നാട്ടുകാരുടെയോ സാധാരണക്കാരുടെയോ ഗതികെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന പാവപ്പെട്ടവരുടെയോ ഭൂമി കാർന്നെടുത്ത് അത് ഞങ്ങളുടേതാക്കണം എന്ന് പറഞ്ഞിട്ടില്ല എന്ന് അസ്കർ ആദ്യം മനസ്സിലാക്കിക്കൊള്ളുക. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. ഈ റോണി കെ ബേബി നേരത്തെ പറഞ്ഞല്ലേ, എന്തായിരുന്നു അത് ചെയ്യാത്തത്, ഇത് ചെയ്യാതെ? രാഹുൽ ഗാന്ധി അവിടെ ഉണ്ടായിരുന്നില്ലേ പാർലമെൻറ്റിൽ? നിങ്ങളുടെ ഹൈ ബീഡർ ഉണ്ടായിരുന്നില്ലേ? എന്താ ഓരോന്നും ഉണ്ടാത്തത്? എന്താ ഓർക്കൊന്നും അഭിപ്രായം പറയാനുണ്ടാകാഞ്ഞത്? എന്താ അവർക്ക് ഈ മുനമ്പത്തിന് വേണ്ടിയിട്ട് അതിനൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളൊന്നും അവിടെ മിണ്ടാതെ അവർ ഇരുന്നത്? അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ തട്ടിപ്പുകാരാണ് എന്ന് വീണ്ടും വീണ്ടും ജനതയെ ഓർമ്മിപ്പിക്കരുത്. മുനമ്പത്തെ ആളുകളുടെ വിഷമം മനസ്സിലാക്കാനും ഞങ്ങൾക്കതറിയാം, പരിഹരിക്കാനും ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ ഈ കള്ളക്കണ്ണീര് കാലം കുറേയായിട്ട് കേരളത്തിലെ ജനങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്, അത് മുനമ്പത്തെ ജനങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ആ കള്ളക്കണ്ണീരും വെച്ച് നിങ്ങൾ അവിടെ ഇരുന്നോ, ഞങ്ങൾക്കതിനൊരു പ്രയാസമില്ല. ഞങ്ങൾ ചെയ്യേണ്ട മാതിരി ചെയ്യേണ്ട രീതിയിൽ വെടുപ്പും വൃത്തിയായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തോളാം. അതിന് പ്രാപ്തിയുള്ള മന്ത്രിമാരുണ്ട്, പ്രാപ്തിയുള്ള സർക്കാർ, പ്രധാനമന്ത്രിയുണ്ട്. അതിലൊന്നും മുനമ്പത്തെ സാധാരണ മനുഷ്യരുടെ കണ്ണീർ കാണൂ എന്നാണ് കിരൺ റിജിജു ഇന്ന് പറഞ്ഞത്. ഇടതിനും വലതിനും സങ്കുചിത രാഷ്ട്രീയമാണെങ്കിൽ മറുപടി ഒന്നേ ഉള്ളൂ, കർശനമായൊരു നിയമം ഇവിടെ സാധ്യമായിരിക്കുന്നു സർ.